കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 609. സൂറത്തുൻ നഹൽ ആയത്തുകൾ 90 മുതൽ 105 വരെ. പേജ് നമ്പർ 960. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون وأوفوا بعهد الله إذا عاهدتم ولا تنقضوا الأيمان بعد توكيدها وقد جعلتم الله عليكم كفيلا إن الله يعلم ما تفعلون ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون ولو شاء الله لجعلكم أمة واحدة ولكن يضل من يشاء ويهدي من يشاء ولتسألن عما كنتم تعملون ولا تتخذوا أيمانكم دخلا بينكم فتزل قدم بعد ثبوتها وتذوقوا السوء بما صددتم عن سبيل الله ولكم عذاب عظيم ولا تشتروا بعهد الله ثمنا قليلا إنما عند الله هو خير لكم إن كنتم تعلمون ما عندكم ينفد وما عند الله باق ولنجزين الذين صبروا أجرهم بأحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون إنما سلطانه على الذين يتولونه والذين هم به مشركون وإذا بدلنا آية مكان آية والله أعلم بما ينزل قالوا إنما أنت مفتر بل أكثرهم لا يعلمون قل نزله روح القدس من ربك بالحق ليثبت الذين آمنوا وهدى وبشرى للمسلمين ولقد نعلم أنهم يقولون إنما يعلمه بشر لسان الذي يلحدون إليه أعجمي
وهذا لسان عربي مبين إن الذين لا يؤمنون بآيات الله لا يهديهم الله ولهم عذاب أليم إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 610, സൂറത്തുൻ നഹൽ ആയത്ത് 90, പേജ് നമ്പർ 960. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി, നിശ്ചയമായും അള്ളാഹു നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കൽപ്പിക്കുന്നു. വഈതാഇ ദിൽ ഖുർബ, കുടുംബബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും കൽപ്പിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ, അവൻ നീചവൃത്തി നിരോധിക്കുകയും ചെയ്യുന്നു. വൽ മുങ്കരി വൽ ബഗി, വെറുക്കപ്പെട്ടതും അക്രമവും, അതായത് അതും നിരോധിക്കുന്നു എന്നർത്ഥം. യഅദുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നതിന് വേണ്ടി അവൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. ന്യായമായത് കൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അന്യായമായത് വിലക്കുകയും ചെയ്യുന്നു. നിങ്ങൾ രക്ഷപ്പെടുവാനും നന്നാകുവാനും വേണ്ടിയാണ് ഉപദേശിക്കുന്നത്. ഉപദേശം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. ഉപദേശം തള്ളിക്കളഞ്ഞാൽ ഉപദേശിച്ചവന് യാതൊരു ദോഷവുമില്ല. ആയത്ത് 91. വഔഫു ബിഅഹ്ദില്ലാഹി ഇദാ അഹദ്തും, നിങ്ങൾ കരാർ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കരാർ നിങ്ങൾ പാലിക്കുക. വലാ തൻഖുദുൽ ഐമാന ബഅദ തൗകീദിഹാ, കരാറുകളെ ഉറപ്പാക്കിയതിനു ശേഷം അതിനെ നിങ്ങൾ ലംഘിക്കരുത്. വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കിയിരിക്കുകയാണല്ലോ. ആ സ്ഥിതിക്ക് നിങ്ങൾ ഉറപ്പിച്ച കരാർ നിങ്ങൾ നിറവേറ്റേണ്ടതാകുന്നു. ഇസ്ലാമികമായ ഏത് നിയമനിർദ്ദേശവും അള്ളാഹുവിനോടുള്ള കരാറാണ്. ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ, നിശ്ചയമായും നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നു. ആയത്ത് 92. വലാ തകൂനു കല്ലതി നഖദത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ, ഉറപ്പായ കയർ പിരിച്ച ശേഷം പല ഇഴകളായി അഴിച്ച സ്ത്രീയെ പോലെ നിങ്ങളായി പോകരുത്. കയർ നല്ലവണ്ണം പിരിക്കുക, എന്നിട്ട് പല ഇഴകളായി ഉടക്കുന്ന ഒരു സ്ത്രീ എത്ര ബുദ്ധിമുട്ടുകെട്ടവളാണ്. നിങ്ങൾ ഉറപ്പിക്കുന്ന കരാർ ശക്തിയായ ഒരു കയർ പോലെയാണ്. അങ്ങനെ ഉറച്ച ആ കരാർ നിങ്ങൾ ലംഘിക്കൽ ഈ മഹാപോയത്തക്കാരിയായ പെണ്ണിൻ്റെ പ്രവൃത്തി പോലെയാണ്. പേജ് നമ്പർ 961. തത്തഹിദൂന ഐമാനക്കും ദഖലം ബൈനക്കും, നിങ്ങളുടെ കരാറുകളെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളൊരു വഞ്ചനയാക്കുന്നു. അന്തകൂന ഉമ്മത്തുൻ ഹിയ അർബാ മിൻ ഉമ്മത്തിൻ, ഒരു സമുദായം മറ്റൊരു സമുദായത്തേക്കാൾ പുരോഗമിച്ചതാകുവാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഇത്തരം വഞ്ചന കാണിക്കുന്നത്. ഇന്നമാ യബ്ലൂക്കുമുല്ലാഹു ബിഹി, അതുമൂലം അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. എന്ത് കഷ്ടവും നഷ്ടവും നേരിട്ടാലും തരക്കേടില്ല, വാക്ക് പാലിക്കുക തന്നെ വേണമെന്ന് നിർബന്ധം പുലർത്തുന്നത് ആര് എന്നും നേരെ മറിച്ച് വഞ്ചിക്കാൻ വേണ്ടി ഓരോ കരാർ ചെയ്യുകയും പിന്നെ അത് ലംഘിക്കുകയും ചെയ്യുന്നത് ആര് എന്നും ഇതുമൂലം അള്ളാഹു വെളിപ്പെടുത്തുന്നതാണ്. വലയുബയ്യിനന്ന ലക്കും യൗമൽ ഖിയാമത്തി മാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരായി തീർന്നിട്ടുള്ള കാര്യങ്ങൾ ഖിയാമത്ത് നാളിൽ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാകുന്നു. ജാഹിലിയ്യക്കാലത്ത് അറബികളുടെ ഇടയിൽ നടപ്പുണ്ടായിരുന്ന ഒരു ദുഷിച്ച സമ്പ്രദായമുണ്ട്. ഒരു കൂട്ടരുമായി കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെക്കാൾ അഭിവൃദ്ധിയുള്ള മറ്റൊരു കൂട്ടരെ കണ്ടാൽ ആദ്യ കരാർ പിൻവലിച്ചിട്ട് ഇവരുമായി പുതിയ കരാറിൽ ഏർപ്പെടും. പിന്നെ അതിനേക്കാൾ കൂടുതലുള്ള ഒരു കൂട്ടരെ കണ്ടാൽ വീണ്ടും മേൽപ്രകാരം ചെയ്യും. അത് വലിയ തെറ്റാണെന്ന് ഇവിടെ ഉണർത്തിയിരിക്കുന്നു. സമൂഹങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്ന ഈ വ്യത്യാസം നിലനിൽപ്പുള്ളതല്ല. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കലാണ് മര്യാദ വിട്ട് കളിക്കരുത്. ആയത്ത് 93. വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദതൻ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. നിങ്ങളെ നേർവഴി സ്വീകരിച്ച നിലയിലുള്ള ഒരൊറ്റ സമുദായമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇഷ്ടം പോലെ ഏതു മാർഗവും സ്വീകരിക്കുവാൻ സൗകര്യപ്പെടുത്തി തരുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നുവോ അതിലേക്ക് നിങ്ങളെ തിരിച്ചുവിടും. വലാകിൻ യുദില്ലു മൻ യശാ,
എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുന്നു. വയഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. വലതുസ്അലുന്ന അമ്മാ കുന്തും തഅമലൂൻ, നിശ്ചയമായും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ആയത്ത് 94. വല തത്തഖിദു ഐമാനക്കും ദഖലം ബൈനക്കും, നിങ്ങളുടെ കരാറുകളെ നിങ്ങളുടെ ഇടയിൽ ചതിപ്രയോഗത്തിനുള്ള മാർഗമാക്കരുത്. പേജ് നമ്പർ 962. ഫതസില്ല ഖദമും ബഅദ സുബൂതിഹ, എന്നാൽ പാദം ഉറച്ചതിനു ശേഷം അത് ഇടറിപ്പോകും. വതദൂഖു സൂഅ ബിമാ സ്വദത്തും അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ നിങ്ങൾ തടഞ്ഞതിനാൽ നിങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. വലക്കും അദാബുൻ അദീം, നിങ്ങൾക്ക് വമ്പിച്ച ശിക്ഷയുണ്ടായിരിക്കും. നിങ്ങൾ കരാർ ലംഘിക്കുന്ന പക്ഷം ശരിയായ മാർഗത്തിൽ ഉറച്ചു നിന്നിരുന്ന നിങ്ങൾ വഴുതിപ്പോകാനിടയാവുകയും നിങ്ങൾ ദുർമാർഗത്തിലായി പോവുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായിത്തീരുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ശിക്ഷയും കൂടി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആളുകൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള വിശ്വാസവും മതിപ്പും നഷ്ടപ്പെടൽ ആ ശിക്ഷയുടെ ഒരു ഭാഗമാണ്. കഠിനമായ ശിക്ഷ വേറെയും കിട്ടുമെന്നോർക്കുക. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 611, സൂറത്തുൻ നഹൽ ആയത്ത് 95, പേജ് നമ്പർ 962. വലാ തശ്തറൂ ബിഅഹ്ദില്ലാഹി സമനൻ ഖലീല, അള്ളാഹുവുമായുള്ള കരാറിന് പകരം അത് ലംഘിച്ചിട്ട് തുച്ഛമായ വില നിങ്ങൾ വാങ്ങരുത്. ഈ ദുനിയാവിലുള്ളത് മുഴുവൻ കിട്ടിയാലും തുച്ഛമാണ്. ഇന്നമാ ഇൻദല്ലാഹി ഹുവ ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, നിങ്ങൾ അറിയുന്നവരായിരുന്നെങ്കിൽ. അള്ളാഹുവിനെ മുൻനിർത്തി ആരോടെങ്കിലും നിങ്ങൾ വല്ല കരാറും ചെയ്താൽ ഭൗതികമായ വല്ല കാര്യസാധ്യത്തിനും വേണ്ടി ഒരിക്കലും കരാർ ലംഘിക്കരുത്. അത് പൂർത്തിയാക്കിയാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം ഏറ്റവും മഹത്തായതാണ്. ഈ ലോകത്തുള്ളത് മുഴുവനും കിട്ടിയാലും അത് പകരമാകുകയില്ല. ആയത്ത് 96. മാ ഇൻദകും യൻഫദു, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് ബാക്കിയാവുകയും ചെയ്യും. വലനജ്സിയന്നല്ലദീന സ്വബറു അജ്റഹും, സഹനം അവലംബിച്ച കൂട്ടർക്ക് അവരുടെ പ്രതിഫലം നാം നൽകുക തന്നെ ചെയ്യും. ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും ഉത്തമമായതിനനുസരിച്ച് നാം പ്രതിഫലം നൽകുന്നതാകുന്നു. സഹനം വളരെ നല്ല ഒരു സൽക്കർമ്മമാണെന്നതിന് പുറമെ എല്ലാ നന്മക്കും അടിസ്ഥാനമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഏതൊരു പുണ്യം ചെയ്യുന്നതിനും പാപം വെടിയുന്നതിനും സഹനം കൂടാതെ കഴിയുകയില്ല. അതുകൊണ്ടാണ് സഹനത്തെ ഇത്ര കാര്യമായി എടുത്തു പറഞ്ഞത്. ആയത്ത് 97. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം. പേജ് നമ്പർ 963. വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിരിക്കുന്ന അവസ്ഥയിൽ എത്ര ഉയർന്ന സൽക്കർമ്മമായാലും വിശ്വാസത്തോടു കൂടിയായാൽ മാത്രമേ ഇബാദത്താവുകയുള്ളൂ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും സ്വർഗം ആഗ്രഹിക്കുകയും നരകം ഭയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പുണ്യം ചെയ്യുന്നത്. പാപം ഉപേക്ഷിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കണം. ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബതൻ, നിശ്ചയമായും അവർക്ക് നാം നല്ലൊരു ജീവിതം നൽകുന്നതാകുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ അവർക്ക് സൗഖ്യവും സൗകര്യവും നൽകുന്നതാണ്. മനസംതൃപ്തിയാണല്ലോ സൗഖ്യത്തിൻ്റെ അടിസ്ഥാനം. അതിമോഹം ഒഴിവാക്കി കിട്ടിയതിൽ തൃപ്തിപ്പെടുന്ന സ്വഭാവം അവർക്കേതായാലും ലഭിക്കും. വിഭവങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ടല്ല ഐശ്വര്യം മാനസികമായ സംതൃപ്തി കൊണ്ടേ ഐശ്വര്യം അനുഭവപ്പെടുകയുള്ളൂ. ബുഖാരി 64:46 എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് അനുഭവം. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് നാം കൊടുക്കുക തന്നെ ചെയ്യും. ഇത് പരലോകത്താണ്. അപ്പോൾ സത്യവിശ്വാസവും സൽക്കർമാനുഷ്ഠാനങ്ങളും പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും അവ നന്മയിലേക്ക് വഴി നടത്തും. രണ്ടിടത്തും സൗഖ്യവും ക്ഷമവും അവർക്ക് തന്നെയാണ്. തോന്യാസവും കുത്തഴിഞ്ഞ ജീവിതവും ദുന്യാവും ആഖിറവും നഷ്ടപ്പെടുത്തും. ആയത്ത് 98. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم, എന്നാൽ നീ ഖുർആൻ ഓതുമ്പോൾ ആട്ടിയകറ്റപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിൽ നീ ശരണം തേടുക. ഖുർആൻ ഓതുമ്പോൾ പിശാചിൽ നിന്ന് രക്ഷ തേടുന്ന വചനം കൊണ്ട് തുടങ്ങണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ഖുർആന്റെ കൽപ്പനയാണിത്. എന്നാൽ അധികപക്ഷവും ആളുകൾ ഇത് ശ്രദ്ധിക്കാത്ത നിലയിലാണെന്ന് അനുഭവങ്ങൾ തെളിയിക്കുന്നു. ബിസ്മില്ലാഹി എന്ന് ഓതിക്കൊണ്ടാണ് തുടങ്ങാറ്. അത് ശരിയല്ല.
ഖുർആന്റെ കൽപ്പന ബോധപൂർവം ഗ്രഹിക്കുകയും അത് അനുഷ്ഠിച്ച് ശീലിക്കുകയും ചെയ്യേണ്ടതാകുന്നു. മഹത്തായ ഒരു തത്വം ഇതിനുണ്ട്. പിശാച്ച് ഖുർആനിലൂടെ പല നിലക്കും മനുഷ്യനെ പിഴപ്പിക്കും. അവിടെയും ദുർബോധനം നടത്തും. അർത്ഥം മാറ്റിയും ദുർവ്യാഖ്യാനം നടത്തിയും പുതിയ ആശയങ്ങൾ ഖുർആന്റെ പേരിൽ ചമച്ചുവിട്ട പല സൈദ്ധാന്തികരെയും നമുക്ക് അറിയാമല്ലോ. ചരിത്രത്തിൽ വേറെയും ധാരാളം തെളിവുകളുണ്ട്. അതിനാൽ ഖുർആന്റെ ഈ കൽപ്പനയെ സദാ സൂക്ഷിക്കുക. ശരിയായ മാർഗത്തിൽ ഖുർആൻ ഓതുന്ന മനുഷ്യൻ്റെ മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന ഇത്തരം പൈശാചിക ചിന്താഗതികൾ പലതുമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാകുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൽ ശരണം പ്രാപിക്കുകയല്ലാതെ യാതൊരു രക്ഷയുമില്ല. ആയത്ത് 99. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ റബ്ബിനെ ഭരമേൽപ്പിക്കുന്നവരുമായ ആളുകളുടെ മേൽ പിശാചിന് ഒരിക്കലും ഒരു അധികാരവുമില്ല, തീർച്ച. പേജ് നമ്പർ 964. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. പിശാചിനെ ബന്ധുവാക്കുന്നവരുടെ മേലും അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നവരായ ആളുകളുടെ മേലും മാത്രമാണ് പിശാചിൻ്റെ അധികാരം. റബ്ബിനെ ഭരമേൽപ്പിക്കുക എന്ന് വെച്ചാൽ റബ്ബ് കൽപ്പിച്ചതുപോലെ ചെയ്യുക, എന്തു വന്നാലും തരക്കേടില്ല എന്ന ഉറച്ച നിലപാടാണ്. പലപ്പോഴും റബ്ബ് കൽപ്പിക്കുന്നത് പോലെ ചെയ്താൽ ചില കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമെന്ന് പിശാച് ഭയപ്പെടുത്തും. എന്നിട്ട് ആ ചുമതല നിർവഹിക്കുന്നതിൽ വ്യത്യാസം വരുത്തും. അത് ഈമാനും തവക്കുലും അഥവാ സത്യവിശ്വാസവും ഭരമേൽപ്പിക്കലും ഇല്ലാത്തത് കൊണ്ടാണ്. ഈമാനും തവക്കുലും ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോന്ന് സങ്കല്പിച്ച് പിൻവാങ്ങൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. അള്ളാഹു വിധിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അള്ളാഹു വിധിച്ചതുപോലെയല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിൽ മാറ്റം വരുത്താൻ ഒരിക്കലും സാധ്യമല്ല. അറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ അതനുസരിച്ച് നീങ്ങാമായിരുന്നു. ഇവിടെ അതിന് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യുക തന്നെ. ഈ നിലപാട് സ്വീകരിച്ചവരിൽ പിശാചിൻ്റെ സ്വാധീനം നടക്കുകയില്ല. നമ്മുടെ തൻ്റെടവും പരിശ്രമവും മുഖേന കാര്യം നേടിക്കളയാമെന്ന തോന്നൽ പിശാചിൻ്റെ ദുർബോധനമാണ്. ആ വസ്വാസിൽപ്പെടുന്നവർ പിശാചുമായുള്ള ബന്ധം ഉറപ്പിക്കുകയാണ്. അവരിൽ പിശാച് സ്വാധീനം ചെലുത്തും. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനികൾ ബഹുദൈവാരാധകരാണ്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 612, സൂറത്തുൻ നഹൽ ആയത്ത് 101, പേജ് നമ്പർ 964. വഇദാ ബദ്ദൽനാ ആയതൻ മകാന ആയത്തിൻ. ഒരു ദൈവവചനത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ദൈവവചനത്തെ നാം പകരമാക്കുമ്പോൾ, അതായത് ഒരായത്തിലെ വിധി റദ്ദാക്കി അത് ഭേദഗതി ചെയ്ത് വേറെ ഒരു ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുമ്പോൾ, വല്ലാഹു അഅലമു ബിമാ യുനസ്സിലു, അള്ളാഹു അവതരിപ്പിക്കുന്നതിനെ പറ്റി അവൻ ഏറ്റവും അറിയുന്നവനാകുന്നു. ഖാലു ഇന്നമാ അൻത മുഫ്തർ, നീ ഒരു കെട്ടിച്ചമച്ച് പറയുന്നവൻ തന്നെയാണെന്ന് അവർ പറയും. ബൽ അക്സറുഹും ലാ യഅലമൂൻ, എന്നാൽ അവരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. അതാത് അവസരങ്ങളിൽ വേണ്ടത് എന്താണെന്ന് അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം. അതനുസരിച്ചാണ് അവൻ ആവശ്യമായ ഭേദഗതി വരുത്തുന്നത്. ഈ നിഷേധികളായ ജനങ്ങൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. ആയത്ത് 102. ഖുൽ നസ്സലഹു റൂഹുൽ ഖുദ്സ് മിർ റബ്ബിക ബിൽ ഹഖ് ലിയുസബ്ബിത അല്ലദീന ആമനു. പറയുക, വിശ്വാസികളായിട്ടുള്ളവർക്ക് സ്ഥിരത നൽകുവാൻ വേണ്ടി നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് സത്യസമേതം പരിശുദ്ധാത്മാവ് അത് ഇറക്കിയിരിക്കുന്നു. വഹുദം വബുഷ്റാ ലിൽ മുസ്ലിമീൻ, മാർഗദർശനമായും മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്തയായും. ആയത്ത് 103. വലഖദ് നഅലമു അന്നഹും യഖൂലൂന, നിശ്ചയമായും അവർ പറയുന്നുണ്ട് എന്നത് തീർച്ചയായും നാം അറിയുന്നു. പേജ് നമ്പർ 965. ഇന്നമാ യുഅല്ലിമുഹു ബശറുൻ, ഒരു മനുഷ്യനാണിത് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതെന്ന്. ജബർ എന്നു പേരുള്ള ഒരു റോമൻ ക്രിസ്ത്യാനി കൊല്ലപ്പണി ചെയ്തുകൊണ്ട് മക്കയിൽ പാർക്കുന്നുണ്ടായിരുന്നു. തൗറാത്തും ഇഞ്ചീലും പഠിച്ച ആളായിരുന്നു അയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയാളുമായി പരിചയമുണ്ടായിരുന്നു. അയാളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് അയാൾ പറയുന്നത് കേട്ടിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മുശ്രിക്കുകൾ പറഞ്ഞു, നബിക്ക് ഈ ഖുർആൻ പഠിപ്പിക്കുന്നത് ആ റോമാക്കാരനാണെന്ന്. അതിന് അള്ളാഹു മറുപടി പറയുന്നു, ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅജമിയുൻ, ഇവർ ആരിലേക്ക് ദുസ്സൂചന നടത്തി പറയുന്നുവോ അവൻ്റെ ഭാഷ അറബിയാണല്ലോ. വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ, ഇതാകട്ടെ വ്യക്തമായ അറബി ഭാഷയും. ഖുർആൻ ശുദ്ധമായ അറബി ഭാഷയിലാണ് ഇറക്കിയിട്ടുള്ളത്. സ്പഷ്ടവും ലളിതവും മനോഹരവുമായ ശൈലിയിൽ. അക്കാലത്ത് ജീവിച്ചിരുന്ന മുഴുവൻ അറബി സാഹിത്യകാരന്മാരെയും
കവികളെയും വെല്ലുവിളിക്കുന്നതായിരുന്നു ഖുർആൻ്റെ ഭാഷയും ശൈലിയും. വിശുദ്ധ ഖുർആൻ്റെ ആശയാർത്ഥത്തിനും ശൈലീ മാധുര്യത്തിനും സമാനമായ ഒരു കൊച്ചു അധ്യായമെങ്കിലും കൊണ്ടുവരുവാൻ ഖുർആൻ നടത്തിയ വെല്ലുവിളിയെ നേരിടാൻ മുഴുവൻ കവിപുങ്കവന്മാരും സാഹിത്യ വിശാരദന്മാരും ചേർന്ന് നടത്തിയ യത്നങ്ങൾ ദയനീയവും പരിഹാസ്യവുമായി തീരുകയാണ് ഉണ്ടായത്. അവർ ഇളിഭ്യരായി പരാജയപ്പെട്ടു മടങ്ങി. അറബി സാഹിത്യകാരന്മാരെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഈ ഖുർആൻ ഒരു റോമക്കാരനായ അറബി ഭാഷ അറിയാത്തയാൾ പറയുന്നതാണെന്ന് ഒരുത്തനും അംഗീകരിക്കാനാവില്ല. അപ്പോൾ ഈ ശുദ്ധ അറബി ഭാഷയിലുള്ള ഖുർആൻ ആ റോമാക്കാരൻ പഠിപ്പിച്ചതാണെന്ന് എങ്ങനെ പറയും? ആയത്ത് 104. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാഹി, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരാരോ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ തയ്യാറാകാതെ തള്ളിക്കളയുന്ന സ്വഭാവക്കാർ നേരെയാവുകയില്ല. ലാ യഹ്ദീഹിമുല്ലാഹ്, അള്ളാഹു അവരെ നേർവഴിയിലാക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ആയത്ത് 105. ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരായ കൂട്ടരാണ് കളവ് കെട്ടിച്ചമക്കുക. വഉലൈക ഹുമുൽ കദിബൂൻ, അവർ തന്നെയാണ് വ്യാജവാദികൾ.